ഹായ് കൂട്ടുകാരെ, ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം അർജുന വിഷാദ യോഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പാരായണം ചെയ്യുന്നത്. അർജുന വിഷാദ യോഗം എന്നാൽ അർജുനന്റെ വിഷാദം, യോഗം എന്നാൽ ചേർന്ന് നിൽക്കുന്നത്. അർജുനന്റെ വിഷാദം ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന 1-ാമത്തെ അധ്യായം. സുഖം, ദുഃഖം, ആകുലത, വിഷമം എന്നിവയെല്ലാം അർജുനൻ ഭഗവാനോടാണ് പങ്കുവയ്ക്കുന്നത്. അർജുനൻ നരനും ഭഗവാൻ നാരായണനുമാണ്. ശ്രീ ശങ്കരാചാര്യർ തുടങ്ങിയ വ്യാഖ്യാതാക്കളാണ് ഭഗവത്ഗീതയെ അധ്യായങ്ങളായി തിരിച്ചത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഗീതോപദേശം. വേദവ്യാസ മഹർഷി ഗീതയെ അധ്യായങ്ങളായി തിരിച്ചിട്ടല്ല രചിച്ചിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തിൽ അന്ധനായതിനാൽ ധൃതരാഷ്ട്ര മഹാരാജാവ് പങ്കെടുത്തില്ല. വിതുരരും വിട്ടുനിന്നു. തന്റെ ഉറ്റമിത്രമായ സഞ്ജയൻ, സത്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ദ്രിയ ജയം നേടിയ ഉറ്റമിത്രമായ സഞ്ജയനെ കൊണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് ധൃതരാഷ്ട്രർ. ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗത്തിൽ യുദ്ധഭൂമിയിൽ തളർന്നിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നതാണ് ആദ്യമായി സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നേരെ 1-ാം അധ്യായത്തിലേക്ക് കടക്കാം. അർജുനന് മാത്രമല്ല, നരന്മാരായിട്ടുള്ള എല്ലാ മനുഷ്യരാശിക്കും വേണ്ടിയാണ് ഭഗവാൻ ഗീതോപദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ നേരെ ശ്ലോകത്തിലേക്ക് കടക്കാം. നമസ്തേ, ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീത പ്രഥമോऽധ്യായഃ. അർജുന വിഷാദയോഗഃ. ശ്ലോകം 1. ധൃതരാഷ്ട്ര ഉവാച. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ. മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർത്ഥം: സഞ്ജയൻ ധൃതരാഷ്ട്രരോട് യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണിവിടെ. ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രർ പറഞ്ഞു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മത്തിൻ്റെ വിളനിലമായ കുരുക്ഷേത്രത്തിൽ, കുരുക്ഷേത്ര ഭൂമിയിൽ, ഇന്നത്തെ ഹരിയാനയിൽ കുരുക്ഷേത്ര ഭൂമി ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് കാണാം. അതായത് മഹാഭാരത യുദ്ധം നടന്ന സ്ഥലം. ധർമ്മത്തിൻ്റെ വിളനിലമായ കുരുക്ഷേത്ര ഭൂമിയിൽ സമവേദ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്നവരും, യുയുത്സവഃ എന്ന് പറഞ്ഞാൽ യുദ്ധമോഹികളുമായ മാമക എൻ്റെ, ധൃതരാഷ്ട്രരുടെ, അതായത് കൗരവരും, പാണ്ഡവ ച ഏവ എന്ന് പറഞ്ഞാൽ പാണ്ഡുപുത്രന്മാരും, കിം അകുർവത എന്തു ചെയ്തു. ഇവിടെ ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുകയാണ്. സഞ്ജയൻ യുദ്ധഭൂമിയിലാകെ സഞ്ചരിച്ച് യുദ്ധം കാണുന്ന മുറയ്ക്ക് കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രരോട് വിവരിക്കുകയാണ്. യുദ്ധ ആരംഭവേളയിൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഗീതയിലൂടെ വിവരിക്കുന്നത്. ശ്ലോകം 2. സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. തഥാ, അപ്പോൾ, ഇരുഭാഗത്തെയും പോരാളിമാർ പടക്കളത്തിൽ അണിനിരന്നപ്പോൾ, അപ്പോൾ രാജ എന്ന് പറഞ്ഞാൽ രാജാവായ ദുര്യോധനനാകട്ടെ വ്യൂഢം എന്ന് പറഞ്ഞാൽ വ്യൂഹരചന നടത്തിയിരിക്കുന്ന, വരിയായി നിർത്തിയിരിക്കുന്ന, പാണ്ഡവാനീകം പാണ്ഡവപ്പടയെ, ദൃഷ്ട്വാ കണ്ടിട്ട്, ആചാര്യനായ ദ്രോണരെ, ഉപസംഗമ്യ സമീപിച്ച്, വചനം അബ്രവീത് പറഞ്ഞു. ദുര്യോധനന്റെ പരിഭ്രാന്തിയാണ് ഇവിടെ കാണുന്നത്. അതായത് കൗരവപക്ഷത്ത് സൈന്യം ഏറെയുണ്ടല്ലോ, എങ്കിലും ദുര്യോധനൻ പരിഭ്രാന്തനാണ്. കാരണം പലതവണ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ, ധർമ്മം പാണ്ഡവപക്ഷത്താകയാൽ ജയവും പാണ്ഡവർക്കായിരിക്കുമെന്ന്.
രാജാവ് എന്ന നിലയ്ക്ക് തെല്ലും പരിഭ്രമമില്ലാതെയാണ് ദുര്യോധനൻ ദ്രോണരോട് ഇങ്ങനെ പറയുന്നത്. ശ്ലോകം 3. പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. യുദ്ധത്തിനു വേണ്ടി ആവേശം കൊള്ളിക്കുകയാണ് ദുര്യോധനൻ ദ്രോണരെ ഈ വരികളിലൂടെ. ദൃഷ്ടദ്യുമ്നൻ, ദ്രുപദന്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നനെയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ആചാര്യ, ദ്രോണാചാര്യരോട് പറയുകയാണ്. ആചാര്യ എന്ന് പറഞ്ഞാൽ ഗുരു, തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, ശിഷ്യേണ ശിഷ്യനും, ശിഷ്യേണ എന്ന് പറഞ്ഞാൽ ശിഷ്യനും, ധീമത എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനുമായ, ദ്രുപദപുത്രേണ എന്ന് പറഞ്ഞാൽ ദ്രുപദന്റെ പുത്രനാൽ ദൃഷ്ടദ്യുമ്നാൽ, വ്യൂഢാം എന്ന് പറഞ്ഞാൽ വ്യൂഹരചന നടത്തപ്പെട്ട, പാണ്ഡുപുത്രാണാം പാണ്ഡവന്മാരുടെ, ഏതാം ഈ, മഹദീം വലുതായ, ചമൂം സൈന്യത്തെ, പശ്യ എന്ന് പറഞ്ഞാൽ കണ്ടാലും. ശ്ലോകം 4. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ. ശ്ലോകം 5. ദൃഷ്ടകേതുച്ചേകിതാന കാശിരാജച്ച വീര്യവാൻ പുരുജിത് കുന്ദീഭോജച്ച ശൈബ്യച്ച നരപുംഗവ. ശ്ലോകം 6. യുധാമന്യുച്ച വിക്രാന്ത ഉത്തമൗജാച്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാച്ച സർവയേവ മഹാരഥ. 4, 5, 6 ശ്ലോകങ്ങളുടെ അർത്ഥം. 4, 5, 6 ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ഇവിടെ പാണ്ഡവസേനയിൽ ശൂരന്മാരും യുദ്ധത്തിൽ ഭീമനെയും അർജുനനെയും പോലെ ഉള്ളവരും വലിയ വില്ലാളികളുമായി സാത്വികിയും വിരാട രാജാവും മഹാരഥനായ ദ്രുപദരാജാവും ഉണ്ട്. ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന ദൃഷ്ടകേതു, ചേകിതാനൻ, വീര്യമുള്ളവനായ വീര്യവാൻ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും ശൈബ്യനും, ശൈബ്യൻ എന്ന് വച്ചാൽ ശിബി രാജാവിൻ്റെ വംശത്തിൽ ജനിച്ചവൻ, പരാക്രമശാലിയായ യുധാമന്യുവും വീര്യശാലിയായ വീര്യവാനും ഉത്തമൗജസ്സും സുഭദ്രാപുത്രനും അതായത് അഭിമന്യുവും ദ്രൗപദീപുത്രന്മാരും എല്ലാവരും ആണ് പാണ്ഡവപ്പടയിൽ അണിനിരന്നിരിക്കുന്നത്. 700 ശ്ലോകങ്ങൾ ഉള്ള ശ്രീമദ് ഭഗവത്ഗീതയിലെ 6 ശ്ലോകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത ഭാഗത്ത് ഇനിയുള്ള ശ്ലോകങ്ങളുമായി കാണാം.